ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ മുളക് ചെടി. ഇതിൽ പച്ചമുളക് ഉണ്ടായി കിടക്കുന്നുണ്ട്, നിറച്ചും പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അതിനകത്തെല്ലാം പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം മഴക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് പിടിക്കുന്നുമുണ്ട്. കാരണം മറ്റ് കീടങ്ങളൊന്നും ആക്രമിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ പൂവും നമുക്ക് കായായി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നടുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, നല്ല തൈകൾ വാങ്ങി നടാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ നല്ല ഇനം തൈകൾ നടാൻ ശ്രമിക്കുക, നല്ല കരുത്തുള്ള തൈകൾ നടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നടുമ്പോൾ തന്നെ നട്ടതിന് ശേഷം സ്യൂഡോമോണസ് കലക്കി ചുവട്ടിലൊക്കെ ഒഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും സ്യൂഡോമോണസ് കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ ബിവേറിയ കലക്കി ഒഴിച്ചാലും മതി. ഇലയിലും ഒക്കെ തളിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതിന് നന്നായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇതിനധികം കേടുകൾ വന്നിട്ടില്ല. മറ്റ് സാധാരണ നമുക്ക് കുരുടിപ്പ് രോഗമൊക്കെയാണ് മുളകിൽ സാധാരണ കാണുന്നത്. അത് വന്നാൽ തന്നെ നമ്മുടെ ചെടി രക്ഷപ്പെടുത്തി എടുക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷേ ഇതിനങ്ങനൊരു കുരുടിപ്പ് രോഗം വന്നതേയില്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് ബിവേറിയയും സ്യൂഡോമോണസും ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തു. പിന്നെ നല്ല വിളവ് കിട്ടാൻ വേണ്ടി ഫിഷ് അമിനോ ആസിഡ് അത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജൈവ സ്ലറി അതൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇത്രയും നല്ലതായിട്ട് കായ്ഫലം ഉണ്ടായി. പിന്നെ നമ്മുടെ മഴക്കാലത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പച്ചക്കറി ഇനമാണ് ഈ മുളകെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നന്നായിട്ട് ഈ സമയത്ത് മുളക് പിടിച്ചിട്ടുണ്ട്. ഈ ചൂടുകാലത്ത് എനിക്ക് ഇത്രയും പിടിച്ച് കിട്ടാറില്ല കേട്ടോ. എനിക്കപ്പം താല്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, കൃഷി ചെയ്ത് നോക്കുക. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്കിതിനകത്തുനിന്ന്, പച്ചക്കറി മീൻസ് പച്ചമുളക്, ദിവസവും നമുക്ക് എന്ത് കറികളുണ്ടാക്കിയാലും പച്ചമുളകിൻ്റെ ആവശ്യമുണ്ടല്ലോ. ഒരു തോരനാണെങ്കിലും കറി വയ്ക്കാനാണെങ്കിലും പച്ചമുളകിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളൊരു 3-4 തൈയൊക്കെ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട പച്ചമുളകൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും പച്ചമുളകൊക്കെ വെച്ച് പിടിപ്പിക്കുക. പച്ചമുളക് തന്നെയല്ല, പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പം മരുന്നൊക്കെ അടിച്ച് പച്ചമുളകാണെങ്കിലും നന്നായിട്ട്